നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൻ്റെ കളഭാഭിഷേകം കണ്ട പുണ്യനിറവിൽ ഈ വർഷം ജനുവരി 15 മുതൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന 12 കളഭ മഹോത്സവത്തിൽ ഒരു ദിനം ശ്രീകൃഷ്ണ തിരുസന്നിധിയിൽ ചെന്നെത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചു. പ്രഭാതമണികൾക്കൊപ്പം ഹരിനാമകീർത്തനം അലയടിക്കുന്ന അന്തരീക്ഷം. കിഴക്കേ ഗോപുര കവാടത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രലിഖിതം കാണാം. വടക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്ത് ശക്തിരൂപങ്ങളായ ശിവനും ഭദ്രകാളിയും, നേരെ മുന്നിൽ ശ്രീകോവിലിൽ പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള കോമള കൃഷ്ണ വിഗ്രഹം, വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവും, കണ്ണനെ കൺകുളിർക്കെ കണ്ട് നാമം ജപിച്ചുകൊണ്ട് ശ്രീകോവിലിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചുറ്റും മനോഹരമായ ദശാവതാര ചിത്രങ്ങൾ. മറുവശത്തെ ചുവരിലാകട്ടെ വസുദേവർ തൻ്റെ ഉണ്ണിയെയും കൊണ്ട് അനന്തൻ്റെ കുടക്കീഴിൽ അമ്പാടിയിലേക്ക് പോകുന്നത് തൊട്ട് ബാലലീലകളുടെ ചാരുതയാർന്ന ചുമർ ചിത്രങ്ങളും. വസുദേവനെ ദർശിച്ച നിർവൃതിയോടെ പുറത്ത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആലിൻ ചുവട്ടിൽ ഒരു അച്ഛനും മകനും ശിവപുണ്യവും ഗണപതി പുണ്യവും ഒത്ത് ഭക്തരെ അനുഗ്രഹിക്കുന്നു. പടിഞ്ഞാറേ നടയിലേക്ക് നീങ്ങുമ്പോൾ ഒരു കുഞ്ഞു സൗധത്തിൽ മണിക്കിണർ എന്നെഴുതിയിരിക്കുന്നു. കണ്ണുകൾ കൊണ്ടും പോലും അശുദ്ധമാകാത്ത വിധത്തിൽ മണിക്കിണർ സുന്ദരമായി ആച്ഛാദനം ചെയ്തു വച്ചിരിക്കുന്നു. കാരണം തിടപ്പള്ളിയിലെ ജലത്തിൻ്റെ കൂടെ മണിക്കിണറിലെ ജലം കൂടി എടുത്താണ് ഭഗവാന് പ്രിയമായ പാൽപ്പായസം ഒരുക്കുന്നത്. അമ്പലപ്പുഴ എന്നു കേൾക്കുമ്പോഴേ പാൽപ്പായസത്തിൻ്റെ തിരുമധുരം നാവിലൂറും. മീനമാസത്തിൽ ക്ഷേത്രോത്സവം നടക്കുമ്പോൾ 9-ാം ദിവസം നാടകശാലയിൽ സദ്യ വിളമ്പുമ്പോൾ ഉണ്ണിക്കണ്ണൻ മണിക്കിണറിനു മുകളിലിരുന്ന് കാണുമത്രേ. ധാരാളം ചരിത്രവും ഐതിഹ്യങ്ങളും ഉള്ള ഈ ക്ഷേത്രത്തിലെ നാടകശാലയെക്കുറിച്ചും ഒരു കഥയുണ്ട്. പാർത്ഥസാരഥി പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിച്ചതിനു പിന്നിൽ വില്വമംഗലം സ്വാമിയാറാണ്. വില്വമംഗലം ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കുമ്പോൾ ശ്രീകോവിലിൽ കൃഷ്ണനെ കാണുന്നില്ല. വളരെ പരിഭ്രമിച്ച് തിരഞ്ഞു നടക്കുമ്പോൾ കണ്ടുപിടിച്ചു നാടകശാലയിൽ. അവിടെ ക്ഷേത്ര ജീവനക്കാർക്ക് സദ്യ വിളമ്പുകയാണ്. അക്കൂട്ടത്തിൽ കണ്ണൻ അവർക്ക് നെയ്യ് വിളമ്പുന്നു. ആ സ്മരണ നിലനിർത്തുന്നതാണ് ഉത്സവത്തിൻ്റെ 9-ാം ദിവസം നാടകശാലയിൽ ക്ഷേത്ര ജീവനക്കാർക്കും ഭക്തർക്കും വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്നത്. മണിക്കിണറും കഴിഞ്ഞ് നടക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് കളിത്തട്ടിൽ മനോഹരമായ ഓലമേഞ്ഞ മണ്ഡപത്തിൽ മികവോടെ വെച്ചിരിക്കുന്നതു കാണാം. തുള്ളൽ പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്ത ക്ഷേത്രമണ്ണിൽ തന്നെ കുഞ്ചൻ നമ്പ്യാർക്ക് ഉചിത സ്മാരകം നൽകിയിരിക്കുന്നു. ഇവിടത്തെ നാടകശാലയിൽ ചാക്യാർകൂത്തിന് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഇടയ്ക്ക് മയങ്ങിയപ്പോൾ ചാക്യാർ കളിയാക്കി. അതിൽ വിഷമം വന്ന നമ്പ്യാർ താമസിയാതെ ഓട്ടൻതുള്ളൽ എഴുതി കളിച്ചപ്പോൾ സദസ്സു മുഴുവൻ നമ്പ്യാരുടെ കളിത്തട്ടിലേക്കായി. ശബരിമല ധർമ്മശാസ്താവുമായി അഭേദ്യബന്ധമുള്ള ഇവിടത്തെ ധർമ്മശാസ്താവിൻ്റെ നട മണ്ഡലകാലത്ത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഗുരുവായൂർ പോകാതെ തന്നെ ഗുരുവായൂരപ്പനെ അനുഭവിക്കാൻ അവിടെ ഗുരുവായൂർ നട ഉണ്ട്. പണ്ട് ടിപ്പുവിൻ്റെ ആക്രമണം ഭയന്ന് ഗുരുവായൂരപ്പനെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഗുരുവായൂരപ്പൻ എന്നും ഉച്ചയ്ക്ക് അമ്പലപ്പുഴയിൽ പാൽപ്പായസ നിവേദ്യം നുകരാൻ എത്തും എന്നാണ് വിശ്വാസം. അതുകൊണ്ടു കൂടിയാവാം ഒരേ ദേവചൈതന്യം ആണെങ്കിലും അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഇത്ര പേരും പെരുമയും മാധുര്യവും വർദ്ധിച്ചത്. ഭഗവാന് അമ്പലപ്പുഴയിൽ എത്തേണ്ടതുകൊണ്ടത്രേ ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ് ശീവേലി ഇല്ലാത്തത്.
ഗുരുവായൂരിൽ ഗുരുവായൂർ കേശവന് സ്മാരകം ഉള്ളതുപോലെ പണ്ട് ഉണ്ടായിരുന്ന ആനയുടെ കൂറ്റൻ സ്മാരകപ്രതിമ ഇവിടെയും ഉണ്ട്. പ്രദക്ഷിണ പഥത്തിലൂടെ ക്ഷേത്രശില്പകല ആസ്വദിച്ചു നടക്കുമ്പോൾ നാഗദൈവങ്ങളെ തൊഴുതു കിഴക്കേനടയിൽ കൊടിമരത്തിനടുത്തായി ഗോമാതാവിനെയും കിടാവിനെയും കസവു നേരിയതു ചുറ്റി തുളസിഹാരമണിഞ്ഞ് കളഭം ചാർത്തി നിർത്തിയതും തിരുമേനി വന്ന് കർപ്പൂര ആരതി ചെയ്ത് പഴം കൊടുത്തതും ഒരു മധുരക്കാഴ്ചയായിരുന്നു. കുഞ്ഞിക്കിടാവ് ഇടയ്ക്ക് തുള്ളിക്കൊണ്ട് അമ്മയുടെ നിറഞ്ഞ അകിടിലേക്ക് മുട്ടുന്നുണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണനും അക്കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നി. കളഭം പൊതിഞ്ഞ കണ്ണൻ്റെ ദർശനപുണ്യം ലഭിച്ചത് സുകൃതമായി. മകരം 1-നാണ് എല്ലാ വർഷവും 12 ദിവസം നീണ്ടുനിൽക്കുന്ന കളഭാഭിഷേക മഹോത്സവം ആരംഭിക്കുന്നത്. കൊടി കയറാത്ത ഉത്സവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശുദ്ധമായ ചന്ദനം അരച്ചെടുത്ത് പനിനീർ, കുങ്കുമപ്പൂവ്, ഗോരോചനം, പച്ചക്കർപ്പൂരം തുടങ്ങിയവ ചേർത്ത് കളഭക്കൂട്ടാക്കി സ്വർണകുംഭത്തിൽ നിറയ്ക്കുന്നു. അമ്പലത്തിനകത്ത് സ്വർണകുംഭത്തിൻ്റെ മുന്നിലിരുന്ന് താന്ത്രിക പൂജകൾ ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ കണ്ടിരുന്നു. കളഭാഭിഷേകത്തിലൂടെ ഭഗവത് വിഗ്രഹത്തിന് ചൈതന്യം വർദ്ധിക്കുകയും അനുഗ്രഹശക്തി കൂടുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇതോടനുബന്ധിച്ച് കലാവിരുന്നും സംഗീതോത്സവവും ശങ്കരനാരായണ കലോത്സവം എന്നാണ് അറിയപ്പെടുന്നത്. കളഭ ഉത്സവ നാളുകളിൽ അത്താഴ ശീവേലിക്കൊപ്പം ഉള്ള വിളക്ക് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമാണ്. ആനപ്പുറത്ത് എഴുന്നള്ളിയ ഭഗവാന്റെ മുന്നിൽ നിലവിളക്കുകളുടെയും പൂക്കളുടെയും നീണ്ട നിര, ആവേശം തിമിർപ്പോടെയുള്ള പഞ്ചവാദ്യ ആഘോഷം എത്ര നേരം കൺകുളിർക്കെ നിന്നുകണ്ടു. അമ്പലപ്പുഴ കളഭാഭിഷേകവും അത്താഴ ശീവേലിക്കൊപ്പം നടക്കുന്ന വിളക്ക് എഴുന്നള്ളിപ്പും തൊഴുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപവും ലക്ഷദീപവും തൊഴുന്ന ഫലം കിട്ടുന്നു എന്നാണ് വിശ്വാസം. 12 കളഭ മഹോത്സവം കഴിഞ്ഞ് 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന പള്ളിപ്പാന ദ്രവ്യകലശം ഫെബ്രുവരി 8 മുതൽ മാർച്ച് 5 വരെയാണ്. ദേവൻ്റെയും ദേശത്തിൻ്റെയും മംഗളത്തിനായി നടത്തുന്ന ഈ പുണ്യ അനുഷ്ഠാനങ്ങൾക്കായി ഭക്തർ കാത്തിരിക്കുന്നു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുള്ള ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.